തെലുങ്കിന്ന് ഒരു ഹൊറർ പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്, ഒതല്ല 2. ഇത് പലരും ഒഡൈല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സിനിമയിൽ ഒതല്ല എന്നാണ് പറയുന്നത്. അതാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ തോന്നുന്നു. തെറ്റാണെങ്കിൽ ക്ഷമിക്കാം. സോ ഇതിന്റെ പോസ്റ്റർ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ തമന്ന ശിവഭക്തി ആയിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, അതാണ് ഈ സിനിമ. തമന്നയാണ് ഈ സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കുന്നത്. ഈ സിനിമ കാണാത്തവര് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ആദ്യം ഇരുന്ന് കാണാം. അത് പെട്ട പടമാണ്, കിടിലം പടമാണ്. ആ സിനിമയുടെ പേര് ഒതല്ല റെയിൽവേ സ്റ്റേഷൻ. സോ ഞാൻ ആദ്യം ആ സിനിമ ഇരുന്ന് കണ്ടു, എന്നിട്ട് അത് കണ്ടു. അത് ഏകദേശം 90 മിനിറ്റിന്റെ പടം, പക്ഷെ ഒരു അടിപൊളി ത്രില്ലറാണ്. അടിപൊളി ത്രില്ലറാണ്. ആഹയിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് പാർട്ട് ഈ സിനിമ തുടങ്ങുന്ന ആദ്യത്തെ ഒരു 2 മിനിറ്റിൽ തന്നെ കറക്റ്റ് ത്രില്ലർ മോഡിലോട്ടാണ് കയറുന്നത്. ഒരു സീനുണ്ട്, പെട്ട സീനാണ്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഒരു ത്രില്ല് ഉണ്ടാവില്ല. ഇവിടെ വന്നിട്ട് ഈ തെലുങ്ക് സിനിമയിലൊക്കെ അങ്ങനെ തന്നെയല്ല, ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഗ്രാമത്തിൽ വന്നിട്ട് ഈ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു വെച്ചാൽ ആ കൊച്ചുങ്ങളെ ആരെ തട്ടിക്കൊണ്ട് പോയിട്ട് റേപ്പ് ചെയ്ത് കൊല്ലുക. ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പോലീസ് ഓഫീസറിന്റെ കഥയാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ആൻഡ് ഫസ്റ്റ് പാർട്ടിൽ ഇതിന് നായികയായിട്ട് അഭിനയിച്ച കൊച്ചിന്റെ പേര് എനിക്കല്ല, പക്ഷെ കിടിലം പെർഫോമൻസ് ആയിരുന്നു. പോലീസ് ഓഫീസർ വലിയ ഉശിരില്ലാത്ത പോലീസ് ഓഫീസർ, ആ കൊച്ചു പെട്ടായിരുന്നു. അപ്പൊ ടുവേർഡ്സ് എൻഡ് കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സിനിമയ്ക്ക് എന്തിനാ ഇങ്ങനെ ഒരു അപരാധം പിടിച്ച സെക്കൻഡ് പാർട്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതൊരു ത്രില്ലർ ആണെങ്കിൽ ഇത് വന്നിട്ട് സൂപ്പർ നാച്ചുറൽ ത്രില്ലർ, അതായത് ഹൊറർ. ചത്തവൻ പ്രേതമായിട്ട് തിരിച്ചു വരിക. വീണ്ടും ഈ മറ്റേ അരുന്ധതി സിനിമ കണ്ടിട്ടില്ലേ നമ്മുടെ അനുഷ്കയുടെ, അതിലെങ്ങനെയാണ് ഈ മറ്റേ പ്രേതമായിട്ട് വന്നിട്ട് ഈ മറ്റേ കാമപ്രാന്തനായിട്ടുള്ള ഒരു പ്രേതം. ഇതിലും അങ്ങനെ തന്നെ. ഫസ്റ്റ് പാർട്ടിൽ എവിടെ നിർത്തിയോ അവിടുന്ന് അങ്ങട് ഈ മറ്റേ കൊച്ചുങ്ങളെ തട്ടിക്കൊണ്ടു പോവുക, അവിടെ പോയിട്ട് പീഡിപ്പിക്കുക, എന്നിട്ട് അവരെ കൊല്ലുക. പ്രേതം എന്തോ ഇത് എനിക്ക് മനസ്സിലാവായിട്ട് ചോദിക്കുകയാണ്. അത് ഒരു തവണ ഒന്നുമില്ല, 10-15 തവണ. എന്നിട്ട് അതിൽ കാണിക്കുന്ന സീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രേതത്തിനെ വന്നിട്ട് അടക്കിയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ആരും പോവാത്തോടത്തോളം കാലം, അല്ലെങ്കിൽ അതിനെ കുഴിക്കുക എന്തെങ്കിലും ചെയ്യാത്തോടത്തോളം കാലം പ്രേതത്തിന് പുറത്തു വരാൻ പറ്റില്ല. അവിടെ പോയിട്ട് സകലരും ഈ മരിക്കുന്ന മുമ്പ് കുറെ ആൾക്കാരെ മേത്ത് പ്രേതം കയറുമല്ലോ, അവരെല്ലാവരും അവിടെ പോയിട്ട് തന്നെ മൂത്രമൊഴിക്കും. എനിക്ക് മനസ്സിലാവാത്ത എന്താ വെച്ചാൽ ബാക്കി ആ സ്ഥലം ഒന്നുമില്ല നാട്ടില്. എന്നിട്ട് അതിനു വേണ്ടി അവിടെ ഒരു മുള്ളു വെച്ചിട്ടുണ്ട്. അതായത് ഈ മൂത്രമൊഴിച്ചവന്മാര് ചവിട്ടിയിട്ട് ചോര അതിലേക്ക് വീഴാൻ വേണ്ടി മാത്രം അവിടെ കൊണ്ടുപോയിട്ട് ഒരു മുള്ളു വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ ഈ അനാവശ്യമായിട്ടുള്ള വൾഗർ സെക്ഷുവൽ സീൻസ് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു പടം, അതിനു വേണ്ടി മാത്രം എടുത്ത ഒരു റേറ്റഡ് തുണ്ട് പടം എന്ന് വേണമെങ്കിൽ പറയാം. ഇവര് പറയുന്നത് ശിവഭക്തിയാണ്. എന്തിന് ഇങ്ങനത്തെ ഒരു ശിവഭക്തി പറയാൻ, ഈ വെറും സെക്ഷുവൽ സീൻസ് കാണിക്കാൻ വേണ്ടി മാത്രം ഇറക്കിയൊരു പടം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ തമനയുടെ റോളൊക്കെ, തമനയ്ക്കൊന്നും ഒന്നുമില്ല. ഇതിലും നന്നായിട്ട് എനിക്ക് തമന മറ്റേ അരൺമനയിൽ 4 പെർഫോം ചെയ്തിട്ടുണ്ട്. അജാതി ഒരു തല്ലിപ്പൊളി പടം. ഈ പ്രേതം വന്നിട്ട് ഈ മറ്റേ ചിക്കനും അതേപോലെ മട്ടനൊക്കെ വെച്ചതൊക്കെ വന്നിരുന്ന് കഴിക്കും, കള്ളു കുടിക്കും. ഇതെന്തോന്നടയത് കഴിഞ്ഞ ജന്മത്തിൽ KFCയുടെ മറ്റേ ജോലിക്കാരായിട്ട് ചത്ത പ്രേതം. എന്നിട്ട് അതിലേറെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഈ ചത്ത പ്രേതത്തിനെ എങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് അടക്കി കഴിഞ്ഞിട്ട് അടുത്തത് അതല്ല പാർട്ട് 3 ഇവൻ വീണ്ടും വരുന്നത്. എങ്ങനെ അടക്കിയ പ്രേതം വീണ്ടും എവിടുന്ന് വരുന്നത്, വീണ്ടും മറ്റേ ക്യാൻസനയിലെ പോലെ പോയിട്ട് ആണി വലിച്ചു ഊരണം. മനസ്സിലാവാത്ത എന്താ വെച്ചാൽ ഒരു കിടിലം പടം കൊണ്ടേ അവിടെ നിർത്തണം. അല്ലാതെ അതിന് പാർട്ട് 2 പറഞ്ഞിട്ട് അതൊരു ത്രില്ലറിനെ കൊണ്ടുപോയിട്ട് സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ഹൊറർ പടമായിട്ട് കൊണ്ടിറക്കി. ഭയങ്കര അപരാധം പിടിച്ചൊരു പടം. ചത്ത പ്രേതത്തിന് തന്നെ വീണ്ടും കാണിക്കാൻ വേണ്ടി പാർട്ട് 3. എനിക്ക് ഒട്ടും വാക്കാവാത്തൊരു പടമാണ്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. തെലുഗു ഭാഷയിലും തമിഴ് ഭാഷ എല്ലാത്തിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. സോ പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. സോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതിന് ഫസ്റ്റ് പാർട്ട് കാണാം. ഫസ്റ്റ് പാർട്ട്